തുടർച്ചയായുണ്ടായ നിയമന വിവാദങ്ങൾ യു.ഡി.എഫ് സർക്കാരിന് കടുത്ത പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കിയ പശ്ചാത്തലത്തിൽ വി.ഡി. സതീശൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ പിടിമുറുക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരുങ്ങുന്നു. മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവും അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിലെ സ്പെഷ്യൽ പ്ലീഡർ നിയമനവും വിവാദമായ സാഹചര്യത്തിലാണ് ഡൽഹിയിൽ നിന്നുള്ള അടിയന്തര ഇടപെടൽ. സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇനി എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന്റെ കടുത്ത നിരീക്ഷണം ഉണ്ടാകും. ഭരണതലത്തിൽ ഇനി മുതലുണ്ടാകുന്ന എല്ലാ പ്രധാന നിയമനങ്ങൾക്കും കെ.പി.സി.സിയുടെ മുൻകൂർ അനുമതി വാങ്ങണമെന്ന കർശന നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ മാർഗരേഖ ഉടൻ തന്നെ തയ്യാറാക്കും. കെ.പി.സി.സി അധ്യക്ഷനെ പുതുതായി നിയമിച്ചാൽ ഉടൻ സർക്കാർ കെ.പി.സി.സി ഏകോപനത്തിനായി സ്ഥിരം സംവിധാനം നിലവിൽ വരും. തുടക്കത്തിൽ തന്നെ ഇത്തരം വലിയ പിഴവുകൾ ആവർത്തിക്കരുതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശന് ഹൈക്കമാൻഡ് കർശന മുന്നറിയിപ്പ് നൽകുമെന്നാണ് സൂചന. മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ സ്വന്തം സഹോദരി ഭർത്താവ് ഇടം പിടിച്ചതും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതിയുടെ അഭിഭാഷകൻ കെ.വി. പ്രദീപിനെ എ.ജി. ഓഫീസിൽ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചതുമാണ് പുതിയ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയത്. ഇരുവരെയും അതിവേഗം മുഖ്യമന്ത്രി പദവികളിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും പാർട്ടിക്ക് ഇതുണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല. ശുപാർശകൾ മാത്രം നോക്കി സ്വന്തക്കാരെയും വിവാദ വ്യക്തികളെയും തിരികെ കയറ്റുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ ജിൻഡോ ജോൺ ഉൾപ്പെടെയുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി രംഗത്ത് വന്നത് ആഭ്യന്തര അസംതൃപ്തിയുടെ ആഴം കൂട്ടുന്നു. അഡ്വക്കേറ്റ് ജനറലിന്റെയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെയും ഓഫീസുകളിലായി ആകെ 133 അഭിഭാഷകരെ നിയമിക്കേണ്ടതിൽ 90 പേരുടെ പട്ടിക പുറത്തു വന്നപ്പോഴാണ് ഈ വൻ വീഴ്ച സംഭവിച്ചത്. ഇനി നിയമിക്കാനുള്ള 44 പേരുടെ പട്ടികയും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങളും കടുത്ത സ്ക്രീനിങ്ങിന് വിധേയമാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതും ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരമാണ്.